ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്നങ്ങനെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. അതായത് ഈ ഒരാഴ്ച നടന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നെല്ലും പതിരും വേർതിരിച്ച് എടുക്കുന്ന ദിവസം, പ്രേക്ഷകരുടെ സ്പന്ദനമനുസരിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ലാലേട്ടൻ സംസാരിക്കേണ്ട ദിവസം. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ലാലേട്ടൻ എന്ത് ചോദിച്ചാലും ശരി, എന്ത് ചോദിച്ചില്ലെങ്കിലും ശരി, ലാലേട്ടൻ അപ്പാണി ശരത്തിനോട് ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. കർഷകരെ ആക്ഷേപിച്ച ആ ഒരു നിമിഷം അതെന്തായിരുന്നു, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, പുള്ളിയെ കൊണ്ട് കർഷക സമൂഹത്തിന് വേണ്ടി മാപ്പ് പറയിക്കണം. ഇത് മാത്രമാണ് എനിക്ക് ലാലേട്ടനോട് പറയാനുള്ളത്. എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതിനു മുമ്പായി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ അപ്പാനി ശരത്തും അനീഷും തമ്മിൽ ചെറിയൊരു കോർക്കലുണ്ടായി. സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും നടക്കുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ ഉണ്ടായി. അപ്പം അനീഷ് അപ്പാനി ശരത്തിനോട് പറഞ്ഞു, നീ കൂടുതൽ നാടകം കളിക്കണ്ടടാ എന്ന് പറഞ്ഞു. ഓക്കെ, കാഷ്വലായിട്ട് പറഞ്ഞു. അപ്പോൾ അനീഷ് ഉടനെ അതിനെ ചാടി പിടിച്ചുകൊണ്ട് തന്നെ അപ്പാനി ശരത്ത് അതിനെ ഉടനെ ചാടി പിടിച്ചുകൊണ്ട്, എടാ നീ നാടകക്കാരെ കുറ്റം പറഞ്ഞോടാ, എടാ നീ ഞങ്ങളെ അഭിനേതാക്കളെ കുറ്റം പറഞ്ഞോടാ, എടാ നീ ഞങ്ങളുടെ ചോറിനെ കുറ്റം പറഞ്ഞോടാ, മറ്റതാണ് മറിച്ചാണെന്നും പറഞ്ഞ് അനീഷിനെ എടുത്തിട്ട് അലക്കി. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞും ഹൗസിനുള്ളിൽ ഇവരിങ്ങനെ നടക്കുകയാണ്. അനീഷിനെ വിടാതെ തന്നെ നമ്മുടെ അപ്പാനി ശരത്ത് പുറകെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ അപ്പാനി ശരത്ത് അനീഷിനോട് കാര്യം പറഞ്ഞു, നിനക്ക് ഞങ്ങൾ അഭിനയിക്കുന്നത് കണക്ക് നിനക്കൊന്ന് അഭിനയിക്കാൻ പറ്റൂടാ, നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുണ്ടോടാ, എടാ കൃഷിക്കാരാ. ഇങ്ങനെയാണ് ഈ വാക്ക്, ഈ ടോണിലാണ്. എത്ര പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇൻസ്റ്റഗ്രാമിലെല്ലാം ആ വീഡിയോ വൈറലായി നടക്കുന്നുണ്ട്. അപ്പം ഈ തരത്തിലുള്ള, അതായത് കൃഷിക്കാർ എന്തോ ചെറിയ സംഭവമാണ്, പുള്ളിക്കാരൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ആ കൃഷിക്കാര എന്ന് അനീഷിനെ വിളിച്ചത്. നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു ദിവസം പോലും ഒരു കൃഷിക്കാരൻ്റെ സഹായമില്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? പുള്ളിക്കാരനായാലും പുള്ളിക്കാരൻ്റെ ഫാമിലി ആയാലും ഈ ഷോ നടത്തുന്ന ബിഗ് ബോസ് ടീമാണെങ്കിലും ലാലേട്ടനാണെങ്കിലും നമ്മൾ ആരൊക്കെ ആണെങ്കിലും ഒരു കർഷകൻ്റെ വിയർപ്പിൻ്റെ ഒരു ഇത് അറിയാത്ത ഒരു ദിവസം പോലും ഒരു മലയാളികൾക്കോ ഒരു മനുഷ്യന്മാർക്കോ ഉണ്ടാവത്തില്ല അല്ലേ? കറക്റ്റ് അല്ലേ? ആ വ്യക്തിയാണ് ഇതൊന്നും ആലോചിക്കാതെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണമെന്നല്ല, നന്ദി കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഡിസ്റെസ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക, അവരെ ബഹുമാനം കാണിച്ചില്ലെങ്കിലും ബഹുമാനിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഈ ഒരു പരിപാടി പുള്ളിക്കാരൻ ചെയ്യണമായിരുന്നു. ഈ ഒരു സംഭവമാണ് ഉണ്ടായത്. പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടകരമായുള്ളൊരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ബിഗ് ബോസ് മലയാളത്തിൻ്റെ റിവ്യൂ പറയുന്നവരോ അല്ലെങ്കിൽ ചാനലുകാരോ ഇവരൊന്നും അവരുടെ ടെലികാസ്റ്റിംഗ് എപ്പിസോഡ് വന്നപ്പോഴത്തേക്ക് ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അവരെങ്ങനെ അത് റിമൂവ് ചെയ്തതാണോ അതോ വിട്ടുപോയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവരാരും പറഞ്ഞിട്ടില്ല. എൻ്റെ ചാനലിന് മാത്രമാണ് ഈ വിഷയം സംസാര വിഷയമായിട്ട് വന്നത്. ഞാനത് വീഡിയോ ആക്കിയപ്പോഴത്തേക്ക് ഏകദേശം 5000 പേര് ഓൾറെഡി ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ മലയാളികൾക്കും അതൊരിക്കലും ദഹിക്കാത്തൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ടാണല്ലോ എനിക്ക് അത്രയും, ആകെ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 15 ദിവസമായിട്ടുള്ളൂ. ഈ 15 ദിവസത്തിനുള്ളിൽ ഒരു വീഡിയോ ഇത്രത്തോളം റീച്ച് ആവണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോരുത്തർക്കും അത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടാത്തത് കൊണ്ട് തന്നെ ലാലേട്ടൻ ഈ വിഷയം എടുക്കൂ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം വീണ്ടും വീണ്ടും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരുന്നത്. ഇത് ലാലേട്ടൻ്റെ മുന്നിലെത്തണം, ബിഗ് ബോസ് ടീമിൻ്റെ മുന്നിലെത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. കാരണം എനിക്ക് അവരെ വിസ്മരിക്കാൻ പറ്റത്തില്ല, എനിക്ക് കർഷകരെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്തിൻ്റെ ഫാദറും അമ്മയും ഒക്കെ പാലക്കാട് കർഷക കുടുംബത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. എനിക്കറിയാം അവർ എത്രത്തോളം പേഴ്സണലി സ്ട്രഗിൾ ചെയ്യുന്നുള്ളതുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം നമ്മൾ അറിയാവുന്നതോ അറിയാത്തതോ അത് തന്നെ വിടൂ. നമ്മൾ ഒരു ദിവസം കഴിയണമെങ്കിൽ, ഇപ്പം തന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടിരിക്കുക, ഈ ഫുഡ് എങ്ങനെ ഉണ്ടായി വന്നേക്കുന്നത്, നമ്മുടെ ടേബിളിൽ എങ്ങനെയാണ് വന്നേക്കുന്നത്, ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇതാണ് ലാലേട്ടൻ തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം ഗിസേലിൻ്റെ ബ്രേക്കിംഗ് റൂൾസ്. ഗിസേൽ ഒരു തരത്തിലും ആ ഹൗസിന് ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല, ലാലേട്ടൻ റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ലാലേട്ടൻ അതായത് പണിഷ്മെൻറ്റ് കൊടുത്തതാണ്, പുള്ളിക്കാരുടെ ബാഗ് ഉൾപ്പെടെ വീട്ടിലേക്ക് അയച്ചതാണ്. എന്നിട്ട് പോലും ഫുള്ള് മേക്കപ്പ് വിട്ട് ഒരു മാറ്റവും ഇല്ലാണ്ട് നടക്കുകയാണ്. അത് ചോദ്യം ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീണ്ടും നമ്മുടെ അപ്പാനി ശരത്തും അക്ബറും അങ്ങനെ ഒരു ഗ്യാങ് മൊത്തം ഗിസേലിൻ്റെ പുറകെയുണ്ട്. ഇതും തീർച്ചയായിട്ടും
ലാലേട്ടൻ ചോദ്യം ചെയ്യണം. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ ഇതാണ്. അതിൽ രണ്ടാമത്തെ വിഷയം അത്രയും ഉണ്ടായില്ലെങ്കിലും പ്രേക്ഷകർക്ക് നമുക്ക് വോട്ട് ഔട്ട് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കർഷകർക്ക് വേണ്ടിയിട്ട് ഈ ചോദ്യം ചോദിച്ചേ പറ്റൂ. അപ്പാണി ശരത്ത് കൊണ്ട് മാപ്പ് പറയുകയും വേണം. അപ്പം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുകയും വേണം. കാരണം ഇത് ഏഷ്യനെറ്റ് ടീമിൻ്റെയും ബിഗ് ബോസ് ടീമിൻ്റെയും അടുത്ത് എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിന് ശേഷം വീണ്ടും കാണാം. എന്തൊക്കെ ചോദിക്കാതിരിക്കും എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, BBM ടോക്ക് വിത്ത് പ്രശു എന്ന ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ചാനലിൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദിക്കും വരെ വണക്കം.